ഹലോ മക്കളെ, അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് ജൂൺ 5 പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്കൊന്ന് പഠിച്ചാലോ? ആദ്യത്തെ ചോദ്യം, ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ചത് എന്ന്? ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ചത് എന്ന്? ഉത്തരം 1973. ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ചത് 1973. രണ്ടാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ്? ഉത്തരം ആമസോൺ മഴക്കാടുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് ആമസോൺ മഴക്കാടുകൾ. മൂന്നാമത്തെ ചോദ്യം, കേരള പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? കേരള പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ജോൺ സി ജേക്കബ്. കേരള പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ സി ജേക്കബ്. നാലാമത്തെ ചോദ്യം, സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി? സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി? ഉത്തരം രാജീവ് ഗാന്ധി. അഞ്ചാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം? കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം? ഉത്തരം ആറളം വന്യജീവി സങ്കേതം. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം. ആറാമത്തെ ചോദ്യം, ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിൻ്റെ എത്ര ശതമാനം വനഭൂമി വേണം? ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിൻ്റെ എത്ര ശതമാനം വനഭൂമി വേണം? ഉത്തരം 33%. ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിൻ്റെ എത്ര ശതമാനം വനഭൂമി വേണം? 33%. ഏഴാമത്തെ ചോദ്യം, കേരള ഗവൺമെൻറ് നൽകുന്ന ആദ്യത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചതാർക്ക്? കേരള ഗവൺമെൻറ് നൽകുന്ന ആദ്യത്തെ വനമിത്ര പുരസ്കാരം ലഭിച്ചതാർക്ക്? ഉത്തരം പ്രൊഫസർ ജോൺ സി ജേക്കബ്. പ്രൊഫസർ ജോൺ സി ജേക്കബ്. പ്രൊഫസർ ജോൺ സി ജേക്കബ് തന്നെയാണ് കേരളത്തിൻ്റെ പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും. ആദ്യത്തെ വനമിത്ര പുരസ്കാരം കേരള ഗവൺമെൻറ്റിൻ്റെ കിട്ടിയതും പ്രൊഫസർ ജോൺ സി ജേക്കബിന് തന്നെയാണ്. എട്ടാമത്തെ ചോദ്യം, WWFൻ്റെ പൂർണ്ണരൂപം? WWFൻ്റെ പൂർണ്ണരൂപം? ഉത്തരം വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട്. WWFൻ്റെ പൂർണ്ണരൂപം വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട്. ഒമ്പതാമത്തെ ചോദ്യം, പരിസ്ഥിതിയെയും അതിൻ്റെ സംരക്ഷണത്തെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം? പരിസ്ഥിതിയെയും അതിൻ്റെ സംരക്ഷണത്തെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം? ഉത്തരം പച്ച. പരിസ്ഥിതിയെയും അതിൻ്റെ സംരക്ഷണത്തെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം പച്ച. പത്താമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല? കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല? ഉത്തരം പത്തനംതിട്ട. കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ലയാണ് പത്തനംതിട്ട. 11ാമത്തെ ചോദ്യം, WWFൻ്റെ ചിഹ്നം ഏതാണ്? WWFൻ്റെ ചിഹ്നം ഏതാണ്? ഉത്തരം ഭീമൻ പാണ്ട. WWFൻ്റെ ചിഹ്നം ഭീമൻ പാണ്ട. 12ാമത്തെ ചോദ്യം, വേൾഡ് എർത്ത് ഡേ ഭൗമദിനം എന്നാണ്? വേൾഡ് എർത്ത് ഡേ? ഉത്തരം ഏപ്രിൽ 22. വേൾഡ് എർത്ത് ഡേ ഏപ്രിൽ 22. 13ാമത്തെ ചോദ്യം, പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ്? പൂക്കോട് തടാകം ഏത് ജില്ലയിൽ? ഉത്തരം വയനാട്. പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണ്. 14ാമത്തെ ചോദ്യം, ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ
പിതാവ് ആരാണ്? ഉത്തരം പ്രൊഫസർ ആർ മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് പ്രൊഫസർ ആർ മിശ്ര. 15ാമത്തെ ചോദ്യം. ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സസ്യം. ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സസ്യം. ഉത്തരം കൃഷ്ണതുളസി. ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് കൃഷ്ണതുളസി.